ജില്ലയിലെ ഏറ്റവും വലിയൊരു യൂണിറ്റാണ് പേരാമ്പ്ര. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തമായി ഒരു കെട്ടിടമുണ്ടെങ്കിലും നമുക്ക് അത് വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്താനും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. നമുക്കൊക്കെ അറിയാം. വാടക കെട്ടിടത്തിലാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത്. ഒട്ടേറെ പരിമിതികൾ ആ കെട്ടിടത്തിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ അസൗകര്യങ്ങൾ പലരും പറയാറുണ്ട്. മറ്റു പല യൂണിറ്റുകളിൽ പോയാലും അവിടെ ഉപയോഗപ്പെടുത്തുന്ന സൗകര്യങ്ങളും മറ്റും നമ്മുടെ ഇത്രയും വലിയ ഒരു യൂണിറ്റിന്റെ ഓഫീസിൽ ഇല്ലാത്തത് പലരും ചൂണ്ടിക്കാറുണ്ട്. ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കില്ല. ഒരു പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ മറ്റ് പല ഹോട്ടലുകളിലൊക്കെ തന്നെ നമ്മൾ അതിഥികളെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് നമ്മൾ മുൻപേ ആഗ്രഹിക്കുന്നത്. 2017 മുതൽ നമുക്ക് അതിനുള്ള ശ്രമം നടത്തി അതിനുള്ള ഒരു പരസ്പര സഹായ നിധി നമ്മൾ തുടങ്ങി. നമ്മുടെ നിർഭാഗ്യവശാൽ കൊറോണ നമ്മുടെ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ തകിടമറിച്ച് ഇന്ന് വീണ്ടും നമ്മളൊരു പഴയൊരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറ്റിയ ഒരു സ്ഥലം ബൈപ്പാസ് റോഡിന് നമ്മൾ കണ്ടെത്തുകയും അത് വാങ്ങാൻ സെക്രട്ടേറിയറ്റ് ഒന്നാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം വിളിച്ച എക്സിക്യൂട്ടീവ് ഐക്യകണ്ഠേന ഇത് അംഗീകരിച്ചു. പേരാമ്പ്ര ചരിത്രത്തിൽ മുൻപ് സ്ഥലം വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പൊതുയോഗം വിളിച്ചതായി എൻ്റെ അറിവിലില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്നാൽ പേരാമ്പ്രയിലെ വ്യാപാര സമൂഹത്തിന് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്കൊരു സ്വന്തമായ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ ഇന്ന സ്ഥലം വാങ്ങുന്നുണ്ട് എന്നുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം, പൊതുസമൂഹത്തെ അറിയിക്കണം എന്നുള്ള സെക്രട്ടേറിയറ്റിന്റെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ ഒക്കെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ജനറൽ ബോഡി വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ അറിയാം, പേരാമ്പ്രയില് നമ്മുടെ സംഘടനാ രംഗത്ത് നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സംഘടന ജീവൻ വീണ്ടും സ്നേഹിച്ച അവസാന ശാസം വരെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയ സാനിയ ബേബി, അദ്ദേഹത്തിന്റെ വിയോഗം സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശാ ധനസഹായ പ്രകാരമുള്ള 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് KR ബേക്കറി ഉടമ ശ്രീ സുനിയേട്ടൻ സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമാവുകയും പരസ്പര സഹായ നിധി അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയൊക്കെ ചെയ്ത് സംഘടനയുടെ ഏത് പരിപാടിക്കും വരുന്ന ശ്രീ സുനിയേട്ടനും നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ ഇതിലെ ഒരു 10 ലക്ഷം രൂപ ഏകോപന സമിതി കൊടുക്കുക എന്നുള്ളത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. കാരണം ആ കുടുംബത്തിന് താങ്ങാവാൻ ഒപ്പം നിൽക്കാൻ ഏകോപന സമിതി ഉണ്ട് എന്നുള്ളത് ഏതൊരു കച്ചവടക്കാരനും ആശ്വാസം പകരുന്നതും ആവേശം പകരുന്നതുമാണ്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാനൊക്കെ തന്നെ ഇവിടെ നിരവധി നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ അധ്യക്ഷൻ ശ്രീ ബാപ്പു ഹാജിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.